പൊടിപ്പാറ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇതാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നത് സ്വാഗതാർഹം തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളിലും യുവ നേതാക്കളിലും ഒക്കെ ഇത്തരം സമാനമായ ആരോപണങ്ങൾ, സ്ത്രീകളുടെ ദേഹത്ത് പോലും മോശമായി സ്പർശിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട നേതാക്കളെയൊന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാറ്റി നിർത്തിയ പശ്ചാത്തലമില്ല. അതൊക്കെ സംഭവം അംഗീകരിക്കാവുന്ന ഒന്നാണ്. പ്രാഥമികമായ അംഗത്വത്തിൽ നിന്ന് റദ്ദാക്കുന്നു. ഇനി നിയമസഭയിൽ മറ്റൊരു ഇടത്ത് രാഹുലിന് ഇരിക്കേണ്ടതായി വരും. ചർച്ചകളിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ പറ്റില്ല, അവിടെ സ്പേസ് നഷ്ടമാകും. അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ തുടരുന്ന തമ്മിലടി അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകുമോ? തീർച്ചയായിട്ടും ഇത് ഇതൊരു സ്വാഭാവികതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തലിന് വലിയൊരു ഫാൻ ബേസ് ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ CPM-നെതിരെ, എന്തിനു മുഖ്യമന്ത്രിക്കെതിരെ പോലും ഏറ്റവും ശക്തമായ എന്താ പറയാ വിമർശനങ്ങൾ ഉന്നയിച്ച് ഒരു ചാമ്പ്യൻ, വിമർശനങ്ങളുടെയൊക്കെ ഒരു ചാമ്പ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരിക്കും പിണറായി വിജയനെ വിജയൻ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കേരളത്തിലെ യുവസമൂഹത്തിനിടയിൽ CPM-നെതിരായ പോരാട്ടത്തിന്റെ ചാമ്പ്യനായിട്ട്, അതിലെ ഏറ്റവും ശക്തമായ മുഖമായിട്ട് അവരൊക്കെ മനസ്സിൽ സൂക്ഷിച്ച, അവരൊക്കെ മനസ്സിൽ ഇടം പിടിച്ചൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു വൈഭവം, അതുപോലെ തന്നെ പ്രസംഗ പാഠവും, അതുപോലെ കുറിക്ക് കൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ അണികളെ കയ്യിലെടുക്കാനുള്ള ശേഷി, സമരമുഖങ്ങളിൽ കാണിക്കുന്ന ആവേശവും, അതുപോലെ തന്നെ അണികൾക്ക് കൊടുക്കുന്ന മുൻനിരയിൽ നിന്ന് തന്നെ ഒരു പടനായകൻ മുന്നിൽ നിന്ന് നയിക്കണം എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന ഒരു രീതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. സ്വാഭാവികമായിട്ട് ഇതെല്ലാം അണികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. കാരണം അവർ കാര്യങ്ങളെ കുറച്ചുകൂടി വൈകാരികമായിട്ട് കാണുന്നവരാണ്. KSUക്കാരും യൂത്ത് കോൺഗ്രസിലൊരു വിഭാഗമൊക്കെ വളരെ മെച്ചുവറായിട്ടോ വളരെ സീസൺഡായിട്ടൊന്നും അല്ല അവർ കാണുന്നത്. മറിച്ച് അവരെ ഒരു വൈകാരികതയിൽ, ഒരു കാൽപ്പനികതയിലാണ് അവർ അഭിനമിക്കുന്നത്. ഈ ചങ്ങാതിയുടെ വാക്കുകൾ, ഇദ്ദേഹത്തിന്റെ നോക്കും വാക്കും ബോഡി ലാംഗ്വേജും ഉപയോഗിക്കുന്ന പദങ്ങള്, പ്രയോഗങ്ങള്, ഇതൊക്കെ അവരെ വല്ലാതെ വൈകാരികമായി തന്നെ അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പോ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ വൈകാരികമായിട്ട് സമീപിക്കാൻ അവർക്ക് പറ്റില്ല. അവര് അതിനെ വളരെ പക്വതയോടെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ആളല്ല. ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിനെതിരെ കേവലം ഒരു ആരോപണം അല്ല വന്നിരിക്കുന്നത്, എക്സീസ് ഓഫ് ആരോപണമാണ്. ഇനി പുറത്തു വരാത്ത ആരോപണങ്ങൾ പലതും, അത് പുറത്ത് പേര് വരണ്ട എന്നും, എന്നാൽ തങ്ങളുടെ അനുഭവങ്ങൾ നേതൃത്വത്തോട് വിശദീകരിച്ചിട്ടുള്ള പലരും ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അവരുടെ അടുത്ത് വേറെയും പല ആരോപണങ്ങൾ എത്തിയിട്ടുണ്ടാകാം. അവര് പരാതിക്കാരായിട്ട് ഇങ്ങനെ പൊതുമണ്ഡലത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ പോലീസിന്റെ മുമ്പിലേക്ക് എത്താനോ ചാനലിന്റെ മുമ്പിലേക്ക് എത്താനോ അവർ തയ്യാറായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നേതൃത്വത്തിന് കൃത്യമായ പരാതികൾ കിട്ടിയിട്ടുണ്ടാകാം. അപ്പൊ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ വെറും പൊയ്വടികളല്ല, സത്യത്തിൽ ഇതിനകത്ത് കുറച്ച് അടിസ്ഥാനമുണ്ടെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ട് അവരാദ്യം തന്നെ ചെയ്തത് ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. രണ്ടാമത് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുക, MLA സ്ഥാനം രാജിവെപ്പിക്കുന്നു വന്നിരുന്നെങ്കിലും അദ്ദേഹത്തിന് കൂടി പറയാനുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് തന്റെ ഭാഗം ന്യായീകരിക്കാനോ, അതൊരു ഗൂഢാലോചനയാണ്, തന്നെ ചിലർ കരുവാക്കുകയായിരുന്നു, അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്നൊക്കെ സ്ഥാപിക്കാൻ കഴിയുകയാണെങ്കിൽ സ്ഥാപിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പൊ വരുന്നത് അത്ര അധികം രാഷ്ട്രീയമായിട്ടൊരു മണ്ടൻ തീരുമാനം ആയിരിക്കും. BJPക്ക് ഒരു സ്പേസ് കൊടുക്കുകയാകും എന്നൊരു തിരിച്ചറിവും കോൺഗ്രസിനുണ്ട്. അപ്പൊ അവിടെ ഒരു രാഷ്ട്രീയ അടവ് നയം സ്വീകരിച്ചു. CPM-ഉം അതിനകത്ത് വെട്ടിലായി പോകും. കാരണം ഏതെങ്കിലും രീതിയിൽ അവിടെ CPM ജയിക്കാനുള്ള സാധ്യതയേക്കാൾ ഏറെ അവിടെ BJP ജയിക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അതും ഒരു ചോദ്യമാണ്. BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു, എന്നിട്ട് വീണ്ടും BJPക്ക് നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു, പക്ഷെ പാലക്കാട് അക്കൗണ്ട് തുറക്കാൻ ഇടം കൊടുത്തത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു വലിയ ആക്ഷേപം CPM പിൽക്കാലങ്ങളിൽ കോൺഗ്രസിന് മേലെ വെക്കും. അപ്പൊ സ്വാഭാവിക പക്ഷേ ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ ഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സമരങ്ങളിൽ നിന്ന് അല്പം പിന്നോട്ട് പോകുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന MLA രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ CPM-ന്റെ പ്രതിരോധങ്ങൾ തീർന്നു, വിമർശനങ്ങൾ തീർന്നു. അത് മാത്രവുമല്ല, കോൺഗ്രസിന് മുഖമുയർത്തിക്കൊണ്ട് ചോദിക്കാം, നിങ്ങൾ ഈ ആരോപണം നേരിട്ട, അതും ഒരു പരാതി പോലും ഇപ്പോൾ മുന്നിലില്ല, പക്ഷേ FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ട MLA-മാർ ഇന്ന് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്ന മറുചോദ്യം അവർക്ക് തീർച്ചയായും ഉന്നയിക്കാൻ
അവസരം നൽകും. അപ്പോൾ MLA ആയി രാഹുൽ മാങ്കൂട്ടം തുടരുന്നത് തന്നെയായിരിക്കില്ലേ CPM ഗുണകരം? ഈ വിമർശനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാമല്ലോ CPM. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അവരുടെ തന്നെ ഒരു സഹയാത്രികൻ കൃത്യമായിട്ട് പറഞ്ഞു, MLA സ്ഥാനം രാഹുൽ രാജിവെക്കുന്നതോടുകൂടി രാഷ്ട്രീയമായിട്ടുള്ള CPM പിടിവള്ളി നഷ്ടപ്പെടുകയാണ്. അയാൾ എത്ര കൂടുതൽ രാജിവെക്കാതിരിക്കുന്നു അത്രയും പാർട്ടിക്ക് നല്ലതാണ്. രാജിവെച്ചാൽ അതോടെ എല്ലാം തീർന്നു. മാത്രമല്ല അവർ ഡിഫൻസിലാവും. കാരണം ഞങ്ങളിതാ ഉത്താത്തമായ മാതൃക കാണിച്ചിരിക്കുന്നു, നിങ്ങളോ? ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ എത്ര നേതാക്കളുടെ പേരിൽ നിങ്ങൾ ആരോപണം വന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം നേരെ, അതായത് ഇപ്പോ എന്താ പറയാ, ഒഫൻസീവായി നിൽക്കുന്നവര് ഡിഫൻസീവായി പോകുന്നുള്ള ഒരു വസ്തുതയാണ്. ഞാൻ പറയുന്ന പോയിന്റ്, ഇത് അധിക കാലമൊന്നും ഈ പറഞ്ഞ രാഹുൽ അനുകൂലികൾക്ക്, രാഹുലിന് വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ചാവേറുകളാകാൻ നിന്നിട്ട് കാര്യമില്ലാതെ വരും. കാരണം യാഥാർത്ഥ്യം അവർക്ക് അംഗീകരിക്കേണ്ടി വരും. പാർട്ടിയുടെ ഇലക്ഷൻ സാധ്യതകൾ പരിഗണിക്കുമ്പോൾ പാർട്ടിയുടെ അവർക്ക് കൂറുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഈ മറ്റുള്ളവരെ ആക്രമിക്കുന്ന പ്രവണതയ്ക്ക് ഒരു ഘട്ടം കഴിയും. പാലക്കാട് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവിടെ AI ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കമുണ്ട്. ഒരുപക്ഷെ AI ഗ്രൂപ്പിൽ നിന്ന് DCC പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ച ആളുകളും രാഹുലുമായിട്ട് വലിയ ബന്ധം പുലർത്തിയിരുന്ന ആളുകളും അവിടെയാണല്ലോ. അതായത് സംശയിക്കേണ്ടത്, ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ 12 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ ഒരേ ഒരു മണ്ഡലം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്, കോൺഗ്രസിന്റെ അക്കൗണ്ടിലുള്ളത്. അവിടെ ഏതാണ്ട് ഒരു 6 മണ്ഡലങ്ങളെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന നിലപാടിൽ മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന് ഈ തമ്മിലടി തിരിച്ചടിയാകുമോ? തീർച്ചയായിട്ടും. എന്താ സംശയം? അല്ലെങ്കിൽ തന്നെ ദുർബലയാണ്. ഇപ്പൊ ഗർഭിണിയെ സ്വതവേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. അതായത് ഒറ്റക്കെട്ടായി ഒരു പഴുതും അവശേഷിപ്പിക്കാതെ അത്രത്തോളം ശാസ്ത്രീയമായി പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ പറഞ്ഞ മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയാൻ ഇപ്പൊ ചിറ്റൂര് ഒറ്റക്കെട്ടായി നിന്നാൽ അവിടെ സാധ്യതയുണ്ട്. നെമ്മാറ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. പാലക്കാട് സാധ്യതയുണ്ട്. മണ്ണാർക്കാട് 4 സീറ്റുകളേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങൾ പോലും വളരെ കുറവാണ്. പട്ടാമ്പി വേണമെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ മുമ്പ് കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അത് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള മണ്ഡലം, ഷൊർണൂർ, ഒറ്റപ്പാലം പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ വലിയ പാടാണ്. അതുപോലെ തന്നെയാണ് മറ്റു പല മണ്ഡലങ്ങളുടെ കാര്യത്തിലായാലും തരൂര്, ആലത്തൂര്, ഇതൊക്കെ കോട്ടയാണ്. പൊന്നാപുരം കോട്ടകളാണ് CPM അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ഉള്ളൊരു പാലക്കാട് ജില്ലയിൽ ഇനി തമ്മിലടിയും കൂടെ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പാർട്ടിക്കാർ ആലോചിച്ചാൽ മതി. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയൊന്നും അല്ല പ്രധാനം, അവനവന്റെ സാധ്യതകള് എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നവരാ കൂടുതൽ. ഒരു പക്ഷേ ഇതൊക്കെയാണ് പ്രശ്നം. ഏതായാലും ഇത് അധിക ദിവസം ഇങ്ങനെയുള്ള ഈ പോരാട്ടം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ ഒരു ഘടകം അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ താഴെത്തട്ടിലേക്ക് എത്തും. ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് അനുവദിക്കപ്പെടില്ല എന്നൊരു മെസ്സേജ് കൃത്യമായിട്ട് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടുകൂടി പോരാട്ടം തീരാനും സാധ്യതയുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. ശ്രീ റെജി, കോൺഗ്രസ് സഹയാത്രികൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ റെജി, ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ഒരു അച്ചടക്കത്തിന്റെ ഘടകം എത്രമേൽ പ്രയോഗിക്കാൻ കോൺഗ്രസിന് ശേഷിയുണ്ട്? നേരത്തെ നമുക്കറിയാം, ഇത്തരം ആരോപണങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള നിരവധി നേതാക്കൾ എതിർചേരിയിലുണ്ട്. അതിൽ ഗണേഷ് കുമാർ ഉണ്ട്, അല്ലെങ്കിൽ മുകേഷ് ഉണ്ട്, AK ശശീന്ദ്രൻ ഉണ്ടായിരുന്നു, PK ശശിയുണ്ട്, P ശശിയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു നിര പുറത്തു വരുമ്പോൾ പോലും ചില ചാനൽ ചർച്ചകളിൽ നിന്നടക്കം യുവ നേതാക്കളെ CPIM പിൻവലിച്ചിരുന്നു. സമാനമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വലിയ ചേരിപ്പോരോ തർക്കങ്ങളോ ഒന്നും ആ പാർട്ടിയിൽ ഉണ്ടാകുന്നില്ല. കാരണം ആ പാർട്ടിക്കൊരു കേഡർ സംവിധാനമുണ്ട്. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ചേരിപ്പോര് നടത്തിയാൽ അവർ പുറത്താക്കപ്പെടുമെന്ന സാഹചര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ സാഹചര്യം അതല്ല. ഇപ്പോൾ തന്നെ പാർട്ടി ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വലിയ പോരാണ് ചേരി തിരിഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ പോർ ആത്യന്തികമായി കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യില്ലേ? മറ്റ് രാഷ്ട്രീയ